നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ അങ്കമാലി, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, സിറ്റി ടവർ, സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ബിരുദതല പരീക്ഷയ്ക്ക് 2 ദിവസത്തെ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തി ജാർഖണ്ഡ്. നടപടി ചോദ്യപേപ്പർ ചോർച്ച തടയുവാൻ. കോപ്പിയടി തടയുവാൻ ഇന്റർനെറ്റ് നിരോധനവുമായി ജാർഖണ്ഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ബിരുദ ലെവൽ പരീക്ഷയ്ക്കാണ് ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയത്. ഇന്നും നാളെയും രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് സംസ്ഥാനത്ത് ഇന്റർനെറ്റ് നിരോധനം. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പേപ്പർ ചോരുന്നതടക്കമുള്ള മുൻകാല അനുഭവങ്ങളെ മുൻനിർത്തിയാണ് നടപടി. ആഭ്യന്തര വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടേതാണ് ഉത്തരവ്. ADGP കള്ളപ്പണം സമ്പാദിച്ചതിന് തെളിവുണ്ട്. സോളാർ കേസ് അട്ടിമറിക്കുവാൻ തുടക്കം മുതൽ ശ്രമിച്ചു. PV അൻവർ. ADGP MR അജിത് കുമാറിനെതിരെ ആരോപണം തുടർന്ന് PV അൻവർ MLA. ADGPയുടെ കള്ളപ്പണം സമ്പാദിച്ചതിന് തെളിവുണ്ടെന്ന് PV അൻവർ പറഞ്ഞു. സോളാർ കേസ് അട്ടിമറിക്കുവാൻ തുടക്കം മുതൽ ശ്രമിച്ചെന്നും പ്രതികളിൽ നിന്നും പണം വാങ്ങിയെന്നും PV അൻവർ ആരോപിച്ചു. സോളാർ കേസ് അട്ടിമറിക്കുവാൻ കിട്ടിയ പണം ഉപയോഗിച്ച് ADGP ഫ്ളാറ്റ് വാങ്ങിയെന്നും അൻവർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കൊല്ലത്തെ 19-കാരന്റെ കൊലപാതകം ദുരഭിമാന കൊലയെന്ന് അരുണിന്റെ കുടുംബം. പ്രസാദ് എതിർത്തത് 2 സമുദായമായതുകൊണ്ട്. കൊല്ലം ഇരട്ടക്കടയിൽ മകളുടെ സുഹൃത്തായ 19-കാരനെ കുത്തിക്കൊലപ്പെടുത്തിയത് ദുരഭിമാന കൊലയെന്ന് കൊല്ലപ്പെട്ട അരുണിന്റെ കുടുംബം ആരോപിക്കുന്നു. 2 സമുദായമായതുകൊണ്ടാണ് പ്രസാദ് ഇരുവരുടെയും ബന്ധത്തെ എതിർത്തതെന്നാണ് അരുണിന്റെ അമ്മയുടെ സഹോദരി സന്ധ്യ ആരോപിച്ചത്. പെൺകുട്ടി തന്നെ തന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും സന്ധ്യ പറഞ്ഞു. മൈനാഗപ്പള്ളി അപകടം. ട്രാപ്പിൽ പെട്ടുപോയി മദ്യം കുടിക്കുവാൻ അജ്മൽ പ്രേരിപ്പിച്ചു. പ്രതി ശ്രീകുട്ടി. മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ യുവതിയെ കാർ കയറ്റിയിറക്കി കൊലപ്പെടുത്തിയ പ്രതികളുടെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്ത്. ട്രാപ്പിൽ പെട്ടുപോയെന്ന് പ്രതി ഡോക്ടർ ശ്രീകുട്ടി. മദ്യം കുടിക്കുവാൻ അജ്മൽ പ്രേരിപ്പിച്ചിരുന്നു എന്നാണ് ശ്രീകുട്ടിയുടെ മൊഴി. അജ്മലിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് മദ്യം കുടിച്ചതെന്നും ശ്രീകുട്ടി പറയുന്നു. അന്നയുടെ മരണത്തിനിടയായ സാഹചര്യം ഞെട്ടിക്കുന്നതെന്ന് VD സതീശൻ. നടക്കുന്നത് തൊഴിലാളി ചൂഷണം. ജോലി സമ്മർദ്ദത്തെ തുടർന്ന് മരിച്ച യുവ ചാർട്ടേഡ് അക്കൌണ്ടന്റ് അന്നയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അന്നയുടെ മരണത്തിന് ഇടയായ സാഹചര്യം ഞെട്ടിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നടക്കുന്നത് തൊഴിലാളി ചൂഷണമാണ്. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും തൊഴിൽ സമ്മർദ്ദത്തിന് നിയന്ത്രണമുണ്ടാകാനുള്ള നിയമനിർമ്മാണം വേണം. അതിന് സമ്മർദ്ദം ചെലുത്തും. ശക്തമായ നടപടികൾ വേണം. കേരളത്തിൽ ഇതൊരിക്കലും സംഭവിക്കുവാൻ പാടില്ലാത്തതാണ്. തൊഴിലാളി നിയമങ്ങൾ ഇപ്പോൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ വിജയങ്ങളും അംഗീകാരങ്ങളും ആദരവുകളും എല്ലാം ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരിക്കേണ്ടതാണ്. പേസ് സൊല്യൂഷൻസ്. ട്രോഫികൾ, മൊമെന്റോകൾ, മെഡലുകൾ, ID കാർഡുകൾ, പ്രിന്റഡ് ടീഷർട്സ് എന്നിവയ്ക്കായി കഴിഞ്ഞ 20 വർഷത്തെ സേവന പാരമ്പര്യം. പേസ് സൊല്യൂഷൻസ്, നിയർ ഗവൺമെന്റ് UP സ്കൂൾ, അഴകം, അങ്കമാലി. അസത്യം പറക്കുമ്പോൾ സത്യം മുടങ്ങുന്നു. വയനാട് കണക്ക് വിവാദത്തിൽ മാധ്യമങ്ങളെ പഴിച്ച് മുഖ്യമന്ത്രി.
വയനാട് ദുരന്ത നിവാരണ കണക്ക് വിവാദത്തിൽ മാധ്യമങ്ങളെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാധ്യമങ്ങൾ രീതി പരിശോധിക്കപ്പെടണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രമുഖ മാധ്യമങ്ങളുടെ തലക്കെട്ട് പെട്ടെന്ന് കേൾക്കുമ്പോൾ ആരും ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള കണക്കുകളാണ് മാധ്യമങ്ങൾ അവതരിപ്പിച്ചത്. വയനാട് പുനരധിവാസത്തിൽ സർക്കാർ കള്ളക്കണക്ക് കൊടുത്തു എന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എല്ലാ സീമകളും ലംഘിച്ച് വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. അസത്യം പറന്നപ്പോൾ പിന്നാലെ വന്ന സത്യം മുടന്തുകയാണ്. അങ്ങനെ മുടന്താനേ സർക്കാർ വാർത്താക്കുറിപ്പിന് പോലും കഴിഞ്ഞുള്ളൂവെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈശ്വർ മാൽപേ ഗംഗാവലി പുഴയിലിറങ്ങി. തിരച്ചിലിൽ അർജുന്റെ ലോറിയിലെ അക്കേഷ്യ തടിക്കഷ്ണം കണ്ടെടുത്തു. മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടി ഗംഗാവലി പുഴയിലിറങ്ങി പരിശോധന നടത്തുന്ന പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ അക്കേഷ്യ തടിക്കഷ്ണം മുങ്ങിയെടുത്തു. ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ലോറിയിൽ കൊണ്ടുവന്ന മരക്കഷ്ണങ്ങളാണ് കണ്ടെത്തിയത്. നേരത്തെ നദിക്കരയിൽ നിന്നും തടിക്കഷ്ണങ്ങൾ ലഭിച്ചിരുന്നു. അർജുൻ ലോറിയിൽ കൊണ്ടുവന്ന തടിക്കഷ്ണമാണെന്ന് ലോറി ഉടമ മനാഫും സ്ഥിരീകരിച്ചു. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. സെറ്റി ടവർ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. ഫോൺ 0484245555. ജോലി സ്ഥലങ്ങളിൽ നിശ്ചിത സമയക്രമമുണ്ടാകണം. ശശി തരൂർ. ജോലി സമ്മർദ്ദത്തെ തുടർന്ന് മരിച്ച EY ജീവനക്കാരി അന്ന സെബാസ്റ്റ്യന്റെ പിതാവുമായി താൻ നടത്തിയ ഹൃദയഭേദകമായ സംഭാഷണം പങ്കുവച്ച കോൺഗ്രസ് MP ശശി തരൂർ. പാർലമെന്റിന്റെ അടുത്ത സമ്മേളനത്തിൽ ജോലിസ്ഥലങ്ങളിലെ മനുഷ്യത്വരഹിതമായ നിയമനിർമ്മാണം താൻ നിർദ്ദേശിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വർണവില സർവകാല റെക്കോർഡിൽ. ഇന്ന് വർദ്ധിച്ചത് 600 രൂപ. സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. പവന് ഇന്ന് 600 രൂപയാണ് വർദ്ധിച്ചത്. 55,680 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 75 രൂപ കൂടി 6,960 രൂപയിലെത്തി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്. ശ്രേഷ്ഠം, സമ്പുഷ്ടം.